ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഫ്യൂസ് എന്നാൽ എന്താണ്, എന്തിനാണ് ഫ്യൂസ് ഒരു സർക്യൂട്ടിൽ ഘടിപ്പിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുക. പലരും കേട്ടിരിക്കും എന്താണ് ഫ്യൂസ്, അതെന്തിനാണ് ഉപയോഗിക്കുന്നതൊക്കെ. മിക്കവാറും എല്ലാവർക്കും ഒരു ബോധം ഉണ്ടാവും, അറിവുണ്ടാവും. സാധാരണയായിട്ട് ഈ ഫ്യൂസൊക്കെ എവിടെയാണ് കാണുക? നമ്മൾ രാവിലെയൊക്കെ നടക്കാനും ഒക്കെ പോകുമ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ സമീപത്തായിട്ട് ഇവ ഘടിപ്പിച്ചിരിക്കുന്നത് കാണാം. പോർസിലിൻ ഫ്യൂസുകൾ. ട്രാൻസ്ഫോമർ ആണെങ്കിൽ 6 ഫ്യൂസുകൾ ഉണ്ടാവും. ഇതേപോലത്തെ ചെറിയ കുഞ്ഞി ഫ്യൂസുകൾ നമ്മുടെ വീടുകളിലുണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യമായി ചിന്തിക്കാനുള്ളത് ഫ്യൂസിൻ്റെ ധർമ്മം, അതിൻ്റെ വർക്കിംഗ് എന്താണ്. അപ്പോൾ നോക്കുക, ഒരു വൈദ്യുത സർക്യൂട്ടിൽ ഉണ്ടാകുന്ന അമിത വൈദ്യുത പ്രവാഹത്തെ തടയുവാനുള്ള ഉപാധിയാണ് ഫ്യൂസ്. ഒന്നുകൂടി വിശദമായി പറഞ്ഞാൽ, ഓവർലോഡിംഗ് മൂലമോ ഇൻസുലേഷൻ തകരാറ് മൂലമോ ഷോർട്ട് സർക്യൂട്ട് മൂലമോ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന അമിത വൈദ്യുത പ്രവാഹത്തെ തടയുവാനുള്ള ഉപാധിയാണ് ഫ്യൂസ്. അതെങ്ങനെയാണ് അമിത വൈദ്യുത പ്രവാഹത്തെ തടയുക എന്ന് നോക്കാം. അപ്പം ഫ്യൂസിൻ്റെ അകത്തൊരു നേരിയ കമ്പി ഉണ്ട് അല്ലേ? അത് നേരിയ കമ്പി നിർമ്മിച്ചിരിക്കുന്ന ലോഹങ്ങൾ ലെഡും ടിന്നുമാണ്. ഇതിനെയാണ് നമ്മൾ സോൾഡർ എന്ന് പറയുക. എന്തിനാണ് അങ്ങനെ ഒരു ലോഹസങ്കരം ഉപയോഗിക്കാൻ കാരണം? അതായത് അതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് വളരെ കുറവായിരിക്കണം. അതൊരു 70 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ഉരുകിപ്പോണം. അതിനു വേണ്ടി അങ്ങനെ ചെയ്തു. അപ്പോൾ സാധാരണ കുട്ടികളോടൊക്കെ ഒരു ഫ്യൂസ് വയറിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഉടൻ തന്നെ പറയും ഉയർന്ന പ്രതിരോധം, കുറഞ്ഞ ദ്രവണാങ്കമെന്ന്. അപ്പോൾ ഈ ഉയർന്ന പ്രതിരോധം എന്ന് പറയുന്നത് എൻ്റെ കാഴ്ചപ്പാടിൽ തികച്ചും തെറ്റാണ്. കാരണം നമ്മൾ അതിൻ്റെ സ്പെസിഫിക് റെസിസ്റ്റൻസ് പരിശോധിച്ചാൽ ചെമ്പ് കമ്പിയുടെ 7 ഇരട്ടി പ്രതിരോധം ശരിക്കും നമ്മുടെ സോൾഡർ എന്ന് പറയുന്ന ഈ ഫ്യൂസ് വയറിനുള്ളൂ. ഇനി 7 ഇരട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഭയന്നു പോകുമൊന്നും വേണ്ട. അത് 3-4 സെൻറ്റിമീറ്റർ അതിന് നീളമുള്ളൂ. അതുകൊണ്ട് 7 ഇരട്ടി ഒന്നും കാര്യമായിട്ട് ബാധിക്കില്ല. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഫ്യൂസിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയെന്ന് പറഞ്ഞാൽ താഴ്ന്ന പ്രതിരോധം, താഴ്ന്ന ദ്രവണാങ്കം, ഇങ്ങനെയായിരുന്നു പറയേണ്ടിയിരുന്നത്. പക്ഷേ എന്തുകൊണ്ടോന്ന് അറിയില്ല, ഇപ്പോഴും നമ്മുടെ മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഉയർന്ന പ്രതിരോധം, താഴ്ന്ന ദ്രവണാങ്കം എന്നുള്ളതാണ്. അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോൾ അവർ ജൂൾസ് നിയമം എടുത്തിട്ടാണ് ഉദ്ധരിച്ചത്. H=I²RT എന്നൊരു ജൂൾ നിയമമുണ്ട്. അതായത് വൈദ്യുത പ്രവാഹം മൂലം ഒരു സർക്യൂട്ടിൽ ഉണ്ടാകുന്ന താപത്തിൻ്റെ അളവ്, അതിൽ പ്രതിരോധം നല്ലൊരു സ്വാധീനം ഉണ്ടല്ലോ. H=I²RT ആണ്. 6 അവിടെ വരുന്നുണ്ട്. അപ്പം H ഉണ്ടാവാൻ അവർ പറയുന്നത് 6 ഉണ്ടായാലേ പറ്റുള്ളൂ എന്നാണ്. അപ്പം തിരിച്ച് ഞാനൊരു ചോദ്യം അവരോട് ചോദിക്കുന്നു, ഈ ഒരു സർക്യൂട്ടിൽ ഫ്യൂസ് കൊടുക്കുന്ന ശ്രേണീ രീതിയിലാണ്. അപ്പം ശ്രേണിയിൽ നമ്മളൊരു പ്രതിരോധം അങ്ങോട്ട് സ്ഥാപിച്ചാൽ അതിൻ്റെ ആ സർക്യൂട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന വൈദ്യുത ഉപകരണങ്ങൾക്ക് ആവശ്യമായ വോൾട്ടത ലഭിക്കുകയോ? ഒരിക്കലും ലഭിക്കില്ല. പ്രത്യേകിച്ച് നമ്മൾ സമാന്തര രീതിയിലാണ് ഈ ഉപകരണങ്ങളൊക്കെ സർക്യൂട്ടിൽ ഘടിപ്പിക്കുക. അപ്പോൾ ഓരോരോ ഉപകരണവും പ്രവർത്തിക്കുമ്പോൾ അതിൽ ലോഡ് കൂടുകയും അതനുസരിച്ചിട്ട് അതിൻ്റെ വോൾട്ടത കുറഞ്ഞു വരികയും ചെയ്യും. അപ്പോൾ പവർ ഫാക്ടർ എന്ന് പറയുന്ന ആ സംഭവമൊക്കെ അങ്ങോട്ട് താഴ്ന്നു പോകും. അപ്പം അതുകൊണ്ട് ഈ ഒരു ഫ്യൂസ് വയറിന് ഒരിക്കലും ഒരു പ്രതിരോധം ഉണ്ടാവരുത്.
വളരെ വളരെ വളരെ, അതായത് 0.000000 എത്ര സീറോ ഉണ്ടെന്ന് അറിയോ? 8 സീറോ കഴിഞ്ഞിട്ട് ഒരു 1.5 ഓംസ് പെർ മീറ്ററാണ് അതിൻ്റെ ശരിക്കുള്ള പ്രതിരോധം. അപ്പോൾ അതത്ര തുച്ഛമാണെന്ന കാര്യം നിങ്ങൾ സങ്കല്പിക്കുക. ഇപ്പം ഫ്യൂസിൻ്റെ ആവശ്യം ഒരു സർക്യൂട്ടിലുണ്ടാകുന്ന അമിത വൈദ്യുത പ്രവാഹത്തെ തടയാന്നുള്ളതാണ്. അത് ഷോർട്ട് സർക്യൂട്ട് മൂലമൊക്കെ ഉണ്ടാവില്ലേ? ഇപ്പം എവിടെ തീപിടിച്ചു, വൈദ്യുതി കൊണ്ട് തീപിടിച്ചു എന്ന് പറഞ്ഞാൽ ഉടനെ ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് തീപിടുത്തം. അപ്പോൾ ഫ്യൂസ് ഏത് സർക്യൂട്ടിലുണ്ടാവില്ല. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെങ്കിൽ ആദ്യം ഫ്യൂസ് പോയിരിക്കും. പക്ഷെ ഒട്ടുമിക്ക കെട്ടിടങ്ങളിലും അഗ്നി ഉണ്ടാകുന്നത് ലൂസ് കണക്ഷൻ മൂലമാണ്, ഷോർട്ട് സർക്യൂട്ട് മൂലമല്ല. കാരണം അവിടെ വലിയ പവർ AC-കളും അതേപോലെ ഫ്ലഡ് ലൈറ്റുകളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഒരു 50 ആംപിയർ കറണ്ടൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ സ്വാഭാവികമായും വയറിങ്ങൊക്കെ പഴക്കം ചെല്ലുമ്പോൾ അവിടെ ഈ പാവ് അഥവാ തുരുമ്പ് എന്ന് പറയുന്നതൊക്കെ ഉണ്ടാകും കോണ്ടാക്റ്റിൽ. അപ്പോൾ ഈ ആംപിയർ ഓവറായിട്ട് ഡ്രോ ചെയ്യുമ്പോൾ അവിടെ എന്തായി താപം ഉൽപ്പാദിപ്പിക്കും. അങ്ങനെയാണ് ഈ തീ ഉണ്ടാകുന്നതും കെട്ടിടങ്ങളിൽ അഗ്നിക്കിരയാവുന്നത്. അപ്പം ലഘുവായിട്ട് എന്താ പറയുക, ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് തീ പിടിച്ചു പോയത്. ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഫ്യൂസ് എല്ലാത്തിനും വളരെ ചീപ്പായിട്ടുള്ളൊരു സാധനമായതുകൊണ്ട് എല്ലാ സർക്യൂട്ടിലും ഈ ഫ്യൂസ് ഉണ്ടാവും. ഇമ്മീഡിയറ്റ് ആയിട്ട് എന്താവും, ഫ്യൂസ് വയർ കത്തിപ്പോവും. അങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം. ഇനി ഇപ്പോൾ ഫ്യൂസിനെ പിന്തള്ളിക്കൊണ്ട് MCB എന്ന് പറയുന്ന ഒരാൾ കയറി വന്നിട്ടുണ്ട്. മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കറുകൾ. ഇപ്പോഴുള്ള എല്ലാ വയറിങ്ങിലും നമുക്ക് കാണാം MCBയും ELCB ഉണ്ടാകും. അപ്പോൾ ഇതിനുള്ള കൊണ്ടുള്ള മെച്ചമുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ സാധാരണ വീടുകളിലും വലിയ വലിയ സ്ഥാപനങ്ങളിലും തുണിക്കടയിലൊക്കെ ബ്രാഞ്ച് വയറിംഗ് എന്ന സംവിധാനം ഉപയോഗിക്കുക. അപ്പോൾ നമുക്കറിയാം ഉപകരണങ്ങളുടെ എണ്ണം അനുസരിച്ചിട്ട് അത് പ്രവർത്തിക്കുന്ന വോൾട്ട് സ്റ്റഡിയാണ് 230 വാട്ട്സ്. അതിൻ്റെ പവർ ഒക്കെ കണക്ക് കൂട്ടിയിട്ട് നമ്മൾ ഓരോ സർക്യൂട്ടിൽ 5 ആംപിയർ കറണ്ട്, 8 ആംപിയർ, 10 ആംപിയർ എന്നൊക്കെ അങ്ങനെ ഡിവൈഡ് ചെയ്യും. അതനുസരിച്ചിട്ടുള്ള MCB സർക്യൂട്ടുകളാണ് വെക്കുക. അതനുസരിച്ചിട്ട് അതിലേക്കുള്ള വയറിങ്ങിന് ആവശ്യമായ തിക്നെസ്സുള്ള കോപ്പർ വയർ ഉപയോഗിക്കും. 1 മില്ലിമീറ്റർ സ്ക്വയർ, 1.5 മില്ലിമീറ്റർ സ്ക്വയർ, പിന്നെ 2.5 മില്ലിമീറ്റർ സ്ക്വയർ, അങ്ങനെ പോകും. അപ്പോൾ ഏത് AC ആയാലും മിനിമം ഒരു 750 വാട്ട്സോ അതിൽ കൂടുതലുണ്ടാവും. അതിന് 1 ടണ്ണൊക്കെ ആണെങ്കിൽ ഏകദേശം 1000 വാട്ട്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ സാധാരണ 2.5 കോപ്പർ വയർ അങ്ങോട്ട് ഉപയോഗിക്കും. അതിൻ്റെ ചാർട്ടൊക്കെ നോക്കുകയാണെങ്കിൽ 1 തന്നെ മതി എന്നൊക്കെ പറയും. പക്ഷേ കാലത്ത് ഇതിപ്പോൾ പെട്ടെന്ന് മാറ്റാനൊന്നും കഴിയില്ലല്ലോ, കുറച്ച് കൊല്ലങ്ങൾ ദീർഘിച്ച് നിൽക്കേണ്ടതല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു പ്രിക്കോഷൻ എന്ന നിലയ്ക്കാണ് തടിച്ച വയർ ഉപയോഗിക്കുക. അപ്പോൾ അതിനനുസരിച്ച് 10 ആംപിയർ ഒക്കെ എടുക്കുന്ന ജാതിയുള്ള MCB ആ സർക്യൂട്ടിൽ ഉൾപ്പെടുത്തും. 10 ആംപിയർ അല്ലെങ്കിൽ 8 ആംപിയർ ഒക്കെ ഉള്ള MCB വെക്കും. പിന്നെ എന്തിനാ സർക്യൂട്ടിൽ ELCB? അത് വല്ല കാരണവശാൽ ഇസ്തിരിപ്പെട്ടി പോലെയുള്ള ഉപകരണങ്ങൾ ഷോക്ക് ഏൽക്കുകയാണെങ്കിൽ സർക്യൂട്ട് ഡ്രിപ്പായി പോകാൻ വേണ്ടിയിട്ടാണ് അത് വെക്കുന്നത്. അതിനാണ് പറയുക എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ, ELCB. ഇപ്പോൾ ഒന്നുകൂടി മോഡിഫൈ ചെയ്തിട്ട് RCCB എന്നൊരു ഘടകം വെക്കുന്നുണ്ട്, റെസിഡ്യൂവൽ സർക്യൂട്ട് ബ്രേക്കർ. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീട്ടിൽ പോയിരുന്നു. അപ്പോൾ അവിടെ 3 ഫേസ് വയറിംഗ് ഒക്കെയാണ്, 3 ഫേസുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്യൂസ് ഉപയോഗിച്ചിരിക്കുന്നത് വെറും മെയിൻ സ്വിച്ചിൻ്റെ അടുത്താണ്. അതായത് മീറ്റർ, KCBൻ്റെ മീറ്ററുണ്ട്, അതിൻ്റെ സമീപത്താണ് ഈ ഫ്യൂസ് കണ്ടത്. വേറെ എവിടെയും ഫ്യൂസ് ഇല്ല. അതിന് പകരം വെച്ചിരിക്കുന്നത് MCBകളാണ്. പിന്നെ മറ്റൊരു രസകരമായ വസ്തുത ഞാൻ അവിടെ കണ്ടു. ഒരു ഫേസിലെ വൈദ്യുതി നിലച്ചാൽ അത് ഇലക്ട്രോണിക് സർക്യൂട്ട് വഴി മറ്റൊരു ഫേസിലേക്ക് ചേഞ്ച് ഓവർ ആവുന്ന ഒരു സംവിധാനം ആ വീട്ടിൽ കണ്ടു. പിന്നെ സോളാർ പാനലുകളൊക്കെ ഉണ്ട്. പകൽ സമയത്ത് അതിൽ നിന്ന് വൈദ്യുതി സ്വീകരിച്ചിട്ട്
KSEBിൻ്റെ ലൈനിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. രാത്രി KSEBിന്ന് വൈദ്യുതി ഇങ്ങോട്ട് സ്വീകരിക്കുന്നതുണ്ട്. അപ്പം എനിക്ക് ഒരു കാര്യം മനസ്സിലിങ്ങനെ തോന്നി. ഈ പകൽ സമയത്ത് ഇപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെയുള്ള കുറച്ച് പോഷ് ഫാമിലികൾ താമസിക്കുന്ന സ്ഥലമാണ്. ഈ കോവൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത്. അപ്പോൾ അവിടെയുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒട്ടുമിക്ക ആൾക്കാരുടെ വീട്ടിലും സോളാർ പാനലുകളൊക്കെ ഉണ്ട്. അതായത് ഒരു ദിവസം 6 യൂണിറ്റ് വൈദ്യുതി വരെ കിട്ടത്തക്ക രീതിയിലുള്ള വലിയ പാനലുകളാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വൈദ്യുതിയൊക്കെ നമ്മൾ KSEBിക്ക് പകൽ അവർ കൊടുക്കും. അപ്പോഴെന്താ സംഭവിക്കുക? അപ്പം KSEB ഇങ്ങനെ റെഗുലറായിട്ട് കിട്ടുന്നത് കൊണ്ട് അവരതിനനുസരിച്ചിട്ട് അതിൻ്റെ ഈ ട്രാൻസ്ഫോമറിലേക്കാണല്ലോ അത് വരിക. ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി കോയിൽ 11 kV കോയിൽ വോൾട്ടർ അതിന് വേണമെങ്കിൽ കുറച്ച് വെക്കാം അവർക്ക്. കാരണം ഇത് എടപ്പിയല്ല. അതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ കറണ്ടൊക്കെ ആ പ്രൈമറി കോയിൽ സെക്കൻഡറി കോയിലേക്ക് കൊടുക്കുന്നതൊക്കെ വളരെ സങ്കീർണമായ പ്രവർത്തനമാണ്. കാരണം ആ വീട്ടിൽ നിന്ന് കിട്ടുന്ന സോളാർ പാനലിൽ നിന്ന് കിട്ടുന്ന DC വോൾട്ടേജിനെ കൺവേർട്ട് ചെയ്തിട്ട് AC ആക്കും. അപ്പോൾ AC ആക്കുമ്പോൾ സൈൻ വേവ്സ് എന്ന തരത്തിലാണ് അത് മാറുക. പിന്നെ നമ്മൾ KSEBിന്ന് കിട്ടുന്ന അതും സൈൻ വേവ് ആണ്. അതായത് ഓള രൂപത്തിലുള്ളതാണ്. ഈ 2 ഓളങ്ങളും അതിൻ്റെ ഉച്ചസ്ഥായി നീചസ്ഥായിയൊക്കെ ക്രമപ്പെടുത്തിയിട്ട് ട്രഫ് ആൻഡ് ക്രസ്റ്റ് അതിനെ യോജിച്ചത്തക്ക രീതിയിൽ രണ്ടിനെയും മോഡിഫൈ ചെയ്യണം. ആ പ്രോസസ്സിനെ ഞാൻ പറയാം സിങ്ക്രണൈസേഷൻ. അങ്ങനെ സിങ്ക്രണൈസേഷനൊക്കെ നടത്തിയിട്ടാണ് KSEBിക്ക് ഇത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഈ മഴക്കാലങ്ങളിലൊക്കെ എന്താ സംഭവിക്കുക? പെട്ടെന്ന് മേഘങ്ങളൊക്കെ വന്നിട്ട് ഒരു ഭാഗത്തുള്ള സെക്ഷനിലുള്ള വോൾട്ടേജ് അങ്ങോട്ട് കുറയും. അപ്പാണ് ഇതാകെ പ്രശ്നമായിക്കൊണ്ടിരിക്കുക. അതെന്തിന്? പവർ ജനറേറ്ററുകൾക്ക് പോലും അതിൻ്റെ ഫ്ലക്ച്വേഷൻസ് അനുഭവപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പം വരാൻ പോകുന്ന ഒരു വലിയ തലവേദന ആണ് അഭിമുഖീകരിക്കാൻ നമ്മുടെ KSEB ഇപ്പം തന്നെ തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ലെങ്കിൽ അവർക്ക് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഫ്യൂസിനെ പറ്റി ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. അതേപോലെ എന്താണ് MCB, ELCB ഒക്കെ മനസ്സിലായി. അതിന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സോളാർ പാനൽ പറ്റിയിട്ട് കുറേ പറയാനുണ്ട്. അത് ഫോട്ടോ ഇലക്ട്രിക് സെല്ലാണ്. അത്തരം കാര്യങ്ങളൊക്കെ ഇനി അടുത്ത ക്ലാസ്സിൽ സൗകര്യം കിട്ടുമ്പോൾ നമുക്ക് പറയാം. അപ്പം വീണ്ടും നമസ്കാരം.